ഹായ് ധ്രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പണ്ടുള്ള ആൾക്കാർ വെക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ കറി പരിചയപ്പെടുത്താനാട്ടോ വന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ? നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കനിലേക്ക് 6 ഉള്ളിയാണ് എടുത്തത്, ചെറിയ ഉള്ളികളാണ് കേട്ടോ. പിന്നെ 3 തക്കാളി, പിന്നെ 2 പച്ചമുളക്. ഇവിടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാടൻ സ്റ്റൈലിലാട്ടോ വെക്കുക. വേറെ എക്സ്ട്രാ ഒന്നും ഇടുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മക്കൾക്കായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്കായാലും ആർക്കും ഇഷ്ടമല്ല. അത് നല്ല മുളകിട്ടിട്ടാണ് വെക്കുക. അപ്പം എൻ്റെ കൈക്ക് വയ്യാത്തതിനെ കൊണ്ട് ഏട്ടനാണ് എല്ലാം ചെയ്യുന്നത്. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏട്ടനാണ് ചിക്കനൊക്കെ കഴുകുന്നത്. പിന്നെ ലഗോൺ ചിക്കനാട്ടോ വാങ്ങിയത്. ഞങ്ങളിവിടെ ആരും ബ്രോയിലർ അങ്ങനെ കഴിക്കാറില്ല. എപ്പോഴും വാങ്ങുമ്പോഴും ലഗോൺ വാങ്ങിക്കാൻ ആണ് നോക്കാറ്. പിന്നെ പൊരിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രോയിലർ വാങ്ങിക്കും. അല്ലാതെ ലഗോൺ ചിക്കൻ മാത്രമാട്ടോ വാങ്ങിക്കുക. ഏട്ടൻ ചിക്കൻ ഇങ്ങനെ ഓരോന്നെടുത്ത് കഴുകുകയാണ്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നീറ്റാവാൻ നമ്മൾ ഓരോന്നെടുത്ത് തന്നെ കഴുകണം, എന്നാലേ നമുക്ക് നീറ്റായി തോന്നുള്ളൂ. പിന്നെ കഴുകി വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയതാണ് ഞങ്ങൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചാറുണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ ഇത്ര ഉള്ളി എടുത്തത്. ഇവിടെ അങ്ങനെ ഡ്രൈ ആയി കിടന്നാൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ചാറ് വേണം അതിന് ചോറിനായാലും ഒക്കത്തിനും കൂട്ടാൻ. പിന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചതുണ്ട്. ഞങ്ങളിവിടെ അങ്ങനെ ചതച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂണ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് എത്ര എരിവ് വീട്ടിലെല്ലാവരും കഴിക്കുമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂണിൽ 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മസാല, അതും കുറച്ച് ചിക്കൻ മസാലയൊന്നും ഓവർ ഇടില്ല കേട്ടോ, ഒത്തിരി ഇടുള്ളൂ. കുറച്ച് 1/2 സ്പൂൺ ചിക്കൻ മസാലയും ഇട്ടിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുക്കർ അടച്ച് വെച്ച് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 8 വിസിൽ മതി കേട്ടോ. ലഗോൺ ആയതുകൊണ്ട് 8 വിസിൽ മതി. 8 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ചിക്കൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.